Dear students, here we are going to discuss about the topic knock in CI engine. First of all, let us see what is delay period or ignition lag. Ignition lag is the time between start of injection and start of combustion. The delay period extends for about 13 to 15 degree movement of crank. അതായത് സി ഐ എഞ്ചിനിൽ ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് മുതൽ പി തീറ്റ ഡയഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് സ്റ്റാർട്ട് ഓഫ് ഇഞ്ചക്ഷൻ, അടുത്ത പോയിൻ്റ് സ്റ്റാർട്ട് ഓഫ് കമ്പസ്റ്റൻ. അതിന് ഇടയിൽ വരുന്ന ആ ലാഗിനെയാണ് ഇഗ്നീഷൻ ലാഗ് അല്ലെങ്കിൽ ഡിലേ പീരിയഡ് എന്ന് പറയുന്നത്. അതായത് സി ഐ എഞ്ചിനിലോട്ട് ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്ത ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ അത് ബേൺ ചെയ്യുന്നില്ല, പ്രീ ഫ്ലെയിം റിയാക്ഷൻസ് ഒക്കെ നടക്കാനുള്ള ആ ഒരു പീരീഡ്, അതിനുശേഷം മാത്രമേ കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ആ ഒരു പീരീഡിന് പറയുന്ന പേരാണ് ഡിലേ പീരീഡ് അല്ലെങ്കിൽ ഇഗ്നീഷൻ ലാഗ്. ഈ ഇഗ്നീഷൻ ലാഗാണ് സി ഐ എഞ്ചിൻ്റെ നോക്കിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന മെയിൻ ഫാക്ടർ. അടുത്തത് നോക്ക് ഇൻ സി ഐ എഞ്ചിൻ. ഇഫ് ദ ഡിലേ പീരീഡ് ഈസ് ലോങ്, എ ലാർജ് എമൗണ്ട് ഓഫ് ഫ്യൂൽ വിൽ ബി ഇൻജക്റ്റഡ് ആൻഡ് അക്യൂമുലേറ്റഡ് ഇൻ ദി combustion chamber. The auto ignition of this large amount of fuel may cause high rate of pressure rise. This high pressure rise cause heavy vibration of the engine and create lot of noise. This phenomenon of combustion causing heavy pressure rise during uncontrolled combustion is known as diesel knock. അതായത് കംപ്രഷൻ സ്ട്രോക്ക്, സി ഐ എഞ്ചിനിൽ കംപ്രഷൻ സ്ട്രോക്കിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിൽ എയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിലാണ് ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്യുക. ഫ്യൂവൽ ബേൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കംപ്രസ്ഡ് എയറിൻ്റെ ഹൈ ടെമ്പറേച്ചർ, അതാണ് സോഴ്സ് ഓഫ് ഇഗ്നീഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫ്യൂവലിൻ്റെ ഇഗ്നീഷൻ ലാഗ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? അതിൽ കമ്പസ്റ്റൻ ചേമ്പറിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഫ്യൂവൽ ആ കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിൽ കുറേ സമയം അക്യൂമുലേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഒരുപാട് ഫ്യൂവൽ കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിൽ അക്യൂമുലേറ്റ് ചെയ്തിട്ട് ഓട്ടോ ഇഗ്നീഷൻ നടക്കുന്ന സമയത്ത് എന്താണ്, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ സഡൻ ആയിട്ട് ബേൺ ചെയ്തു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? എക്സസീവ് പ്രഷർ റൈസ് ഉണ്ടാവും. ഇറ്റ് വിൽ കോസ് ഹെവി വൈബ്രേഷൻ ഓഫ് ദി എൻജിൻ ആൻഡ് ക്രിയേറ്റ് ലോട്ട് ഓഫ് നോയ്സ്. അതായത് ഇഗ്നീഷൻ ലാഗ് വളരെ കൂടുതലാവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് ഫ്യൂവൽ അക്യൂമുലേറ്റ് ചെയ്തിട്ട് ഒന്നിച്ച് ബേൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക എക്സസീവ് പ്രഷർ. ഓക്കെ, ആ കറസ്പോണ്ടിങ് ഫിനോമിനനെയാണ് ഡീസൽ നോക്ക് എന്ന് പറയുന്നത്. സി എഞ്ചിനിൽ നോക്ക് കുറയണമെങ്കിൽ എന്തായിരിക്കണം? ആ ഇഗ്നീഷൻ ഡിലേ പീരീഡ് കുറവായിരിക്കണം. അതായത് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഫ്യൂവൽ പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? ഡീസൽ നോക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഫ്യൂവൽ അക്യൂമുലേറ്റ് ചെയ്ത് ബേൺ ചെയ്യുന്ന ആ ഫിനോമിനൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഫിഗർ പി തീറ്റ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഒരു ഡീസൽ നോക്കിൻ്റെ പി തീറ്റ ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു സ്മൂത്ത് കമ്പസ്റ്റനാണെങ്കിൽ ഇതങ്ങനെ പോകും. കർവ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്മൂത്തായിട്ട് ഈ രീതിയിലാണ് കർവ് പോകുന്നുണ്ടാവുക നോർമൽ കമ്പസ്റ്റനാണെങ്കിൽ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതൊരു നോക്കിംഗ് കമ്പസ്റ്റൻ്റെ പി തീറ്റ ഡയഗ്രാമാണ്. ഇവിടെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതെന്താണ്? ഡിലേ പീരീഡാണ്. ഡിലേ പീരീഡിന് ശേഷമാണ് കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോക്ക് ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു പ്രഷർ വേരിയേഷൻ ഇതേപോലെ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്? സ്മൂത്ത് കർവായിട്ടാണ് അത് പോകുന്നുണ്ടാവുക. ഓക്കെ, അടുത്തത് മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് ഡീസൽ നോക്ക്. ഡീസൽ നോക്ക് കുറക്കാനുള്ള മെയിൻ വഴി എന്ന് വെച്ചാൽ ആ കംപ്രസ്ഡ് എയറിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ, കംപ്രഷൻ സ്ട്രോക്കിൽ കംപ്രസ് ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചറിന് ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? നോർമലി ഇഗ്നീഷൻ ലാഗ് കുറവായിരിക്കും. അതുകൊണ്ട് എന്താ? നോക്കിങ്ങും കുറവായിരിക്കും. അതിൽ ഫസ്റ്റ് വൺ, ബൈ റെഡ്യൂസിങ് ദ ഡിലേ പീരീഡ് ബൈ ഡോപ്പിംഗ്. എക്സാമ്പിൾ, ആഡിങ് 1% ഈഥൈൽ നൈട്രേറ്റ് ഓർ അമൈൽ നൈട്രേറ്റ് സോ ആസ് ടു ആക്സിലറേറ്റ് കമ്പസ്റ്റൻ. ഡീസൽ നോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഏജൻസ് ഡോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുപയോഗിക്കുന്നത് ഈഥൈൽ നൈട്രേറ്റ്, അമൈൽ നൈട്രേറ്റ് പോലുള്ള കോമ്പൗണ്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് വൺ, ബൈ സൂപ്പർ ചാർജിങ്. സൂപ്പർ ചാർജിങ് എന്ന് വെച്ചാൽ കംപ്രസർ വെച്ചിട്ട് എന്താണ്, കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് എയർ സപ്ലൈ ചെയ്യും. ഇൻടേക്കിൽ ഒരു സൂപ്പർ ചാർജർ ഉണ്ടാവും, അത് കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് എയർ സപ്ലൈ ചെയ്യും. സൂപ്പർ ചാർജിങ്ങിൽ എന്താണ്, എയർ കംപ്രസ് ചെയ്യുമ്പോൾ നോർമലി എന്താണ്,
അതിൻ്റെ പ്രഷറും കൂടും, ടെമ്പറേച്ചറും കൂടും. അതുകൊണ്ട് എന്താ, ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇഗ്നിഷൻ ലാഗ് എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം കംപ്രസ്ഡ് എയറിന് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. തേർഡ് വൺ, ബൈ ഇൻക്രീസിങ് ദ ഇഞ്ചക്ടർ പ്രഷർ വിച്ച് എൻകറേജസ് ഫ്യൂൽ അറ്റോമൈസേഷൻ. ഈ ഇഗ്നീഷൻ ഡിലേ രണ്ട് ടൈപ്പ് ഉണ്ട്, ഫിസിക്കൽ ഡിലേയും കെമിക്കൽ ഡിലേയും. അതിൽ ഫിസിക്കൽ ഡിലേയിൽ വരുന്നതാണ് ഫ്യൂൽ അറ്റോമൈസേഷനും വേപ്പറൈസേഷനൊക്കെ. അതിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ പ്രഷർ കൂട്ടുന്ന സമയത്ത് എന്തായിരിക്കും, ഫ്യൂൽ ബെറ്റർ അറ്റോമൈസേഷൻ നടക്കും. അതുകൊണ്ട് എന്താ, ആ ഫിസിക്കൽ ഡിലേയുടെ അളവ് കുറക്കാൻ വേണ്ടി പറ്റും. അതാണ് തേർഡ് പോയിൻറ്റ്. ഫോർത്ത് വൺ, ബൈ ഇൻക്രീസിങ് ദി കംപ്രഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ കൂട്ടുന്ന സമയത്ത് നോർമൽ എന്തായിരിക്കും, കംപ്രസ്ഡ് എയറിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും ഹൈ ആയിരിക്കും. നോർമലി ഇഗ്നീഷൻ ലാഗ് എന്തായിരിക്കും, കുറവായിരിക്കും. ഫിഫ്ത്ത് വൺ, ബൈ ഇൻക്രീസിങ് ദ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് എയർ. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, എയറിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാകുമ്പോൾ എന്താണ്, ആ കംപ്രസ്ഡ് എയറിൻ്റെ ടെമ്പറേച്ചറും ഹൈ ആയിരിക്കും. ഇഞ്ചെക്ട് ചെയ്യുന്ന ഫ്യൂൽ എന്താണ്, പെട്ടെന്ന് ആ പ്രീഫ്ലെയിം റിയാക്ഷൻസൊക്കെ നടന്നിട്ട് ബേണിങ് നടക്കും. അതുകൊണ്ട് എയറിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്തായിരിക്കും, ഡീസൽ നോക്ക് പ്രിവെൻറ്റ് ചെയ്യുക. പക്ഷേ എയറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയാലുള്ള പ്രശ്നം എന്താണ്, വോളിയോമെട്രിക് എഫിഷ്യൻസി കുറയും, പ്രൊപ്പോർഷണലായിട്ട് ഓവറോൾ എഫിഷ്യൻസിയും കുറയും. നെക്സ്റ്റ് ടോപ്പിക്, കമ്പാരിസൺ ബിറ്റ്വീൻ നോക്ക് ഇൻ SI ആൻഡ് CI എഞ്ചിൻ. SI എഞ്ചിനിൽ നോക്കുണ്ട്, അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. CI എഞ്ചിനിൽ നോക്കുണ്ട്. പക്ഷേ ഇത് രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് നടക്കുന്നതാണ്. രണ്ടിൻ്റെയും കോസ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇഗ്നിഷൻ തന്നെയാണ്, പക്ഷേ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഫിനോമിനനാണ്. ഡീസൽ നോക്ക് ജനറലി സ്റ്റാർട്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് കമ്പസ്റ്റൻ പ്രോസസ് ഡ്യൂ ടു സഡൻ ഓട്ടോ ഇഗ്നിഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ, വെറാസ് SI എഞ്ചിൻ നോക്ക് ജനറലി സ്റ്റാർട്ട് അറ്റ് ദി എൻഡ് ഓഫ് കമ്പസ്റ്റൻ പീരീഡ്. അതായത് ഡീസൽ നോക്ക് എന്ന് പറഞ്ഞാൽ കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നടക്കുന്നൊരു ഫിനോമിനനാണ്. പക്ഷേ SI എഞ്ചിൻ നോക്ക് എന്ന് പറയുന്നത് എന്താണ്, കമ്പസ്റ്റൻ്റെ എൻഡിലാണ് നടക്കുന്നത്, ഒരിക്കലും കമ്പസ്റ്റൻ്റെ സ്റ്റാർട്ടിലല്ല. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ജസ്റ്റ് ഒന്ന് പറയാം. SI എഞ്ചിൻ എങ്ങനെയാണ് നോക്ക് കൊടുക്കുന്നത്, ഇവിടെയാണ് സ്പാർക്ക് കൊടുക്കുന്നത്. പോയിൻ്റ് ഓഫ് സ്പാർക്ക് ഇതാണ്. ഈ റീജിയനിലൊക്കെ എന്താണ്, അൺബേൺഡ് മിക്സറാണ്. സ്പാർക്ക് കൊടുത്താൽ എന്ത് ചെയ്യും, പ്രീ ഫ്ലെയിം റിയാക്ഷൻ കഴിഞ്ഞാലും ബേണിങ് നടക്കും, ഒരു ഫ്ലെയിം ഫ്രണ്ട് ഫോം ചെയ്യുന്നുണ്ടാവും. ആ ഫ്ലെയിം ഫ്രണ്ട് എന്നാണ് ഈ ബേൺഡ് പാർട്ടിൽ നിന്ന് അൺബേൺഡ് മിക്സറിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും. എന്ത് ചെയ്യും, ഈ അൺബേൺഡ് മിക്സറിനെ കംപ്രസ് ചെയ്യുകയും ചെയ്യും, പിന്നെ അവിടത്തോട്ട് ഹീറ്റ് ട്രാൻസ്ഫറും ഉണ്ട്. രണ്ടും കൂടെ ഈ അൺബേൺഡ് മിക്സറിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും കൂടും. നോർമൽ കമ്പസ്റ്റൻ ആണെങ്കിൽ എന്താണ്, ആ ഫ്ലെയിം ഫ്രണ്ട് ത്രൂ ഔട്ടായിട്ട് അൺബേൺഡ് മിക്സർ കൺസ്യൂം ചെയ്ത് പോവും. പക്ഷേ നോക്കിങ്ങിൽ എന്ത് സംഭവിക്കും, ഈ അൺബേൺഡ് മിക്സറിൻ്റെ ടെമ്പറേച്ചർ റേസ് ചെയ്തിട്ട് സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചറിൽ എത്തുകയും ചെയ്തു, അവിടുത്തെ പ്രീ ഫ്ലെയിം റിയാക്ഷൻ നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ അൺബേൺഡ് മിക്സർ ഓട്ടോ ഇഗ്നീഷൻ നടക്കും. അൺബേൺഡ് മിക്സറിൻ്റെ ഓട്ടോ ഇഗ്നീഷൻ നടന്നിട്ട് എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫ്ലെയിം ഫ്രണ്ട് വരുന്നുണ്ടാവും. എൻ്റെ ഫ്ലെയിം ഫ്രണ്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് എക്സസീവ് പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് SI എഞ്ചിനിൽ നോക്ക് ഉണ്ടാകുന്നത്. അതായത് കമ്പസ്റ്റൻ എൻഡ് ചെയ്യാനാവുന്ന സമയത്ത്, ഇനീഷ്യലി ഇവിടെ കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്തു, അത് കമ്പസ്റ്റൻ എൻഡ് ചെയ്യാനാവുന്ന സമയത്താണ് SI എഞ്ചിനിൽ നോക്ക് എന്ന് പറഞ്ഞ ഫിനോമിനൻ വരുന്നത്. നേരെ മറിച്ച് ഡീസൽ എഞ്ചിനിലാണെങ്കിലോ ആ സ്റ്റാർട്ട് ഓഫ് കമ്പസ്റ്റനാണ്, ഒരുപാട് ഫ്യൂൽ ഒന്നിച്ച് ബേൺ ചെയ്തിട്ടാണ് നോക്കിംഗ് ഫിനോമിനൻ നടക്കുന്നത്. അതാണ് SI എഞ്ചിൻ്റെ CI എഞ്ചിൻ്റെ നോക്കിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും P-θ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തേൽ SI എഞ്ചിനാണ്, ഇവിടെ ഇഗ്നീഷൻ കൊടുത്തു, പിന്നെന്താ കമ്പസ്റ്റൻ നടന്നിട്ട് ഏകദേശം കമ്പസ്റ്റൻ തീരാനാവുന്ന സമയത്താണ് ആ നോക്കിംഗ് ഫിനോമിനൻ. TDC ഒക്കെ കഴിഞ്ഞു നോക്കിംഗ് ഫിനോമിനൻ കാണാൻ പറ്റുന്ന എവിടെയാണ്, കമ്പസ്റ്റൻ്റെ എൻഡിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. നേരെ മറിച്ച് CI എഞ്ചിനിലോട്ട് വരുന്ന സമയത്തോ ഇവിടെ ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി, അതിന് ശേഷം കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു റേഞ്ചിലാണ് ആ പ്രഷർ വേരിയേഷൻ കാണാൻ വേണ്ടി പറ്റുന്നത്. അതായത് സ്റ്റാർട്ട് ഓഫ് കമ്പസ്റ്റനിലാണ് CI എഞ്ചിനിൽ നോക്ക് നടക്കുന്നത്, എൻഡ് ഓഫ് കമ്പസ്റ്റനിലാണ് പെട്രോൾ എഞ്ചിനിൽ SI എഞ്ചിനിൽ നോക്ക് നടക്കുന്നത്. അടുത്ത ഫാക്ടേഴ്സ് ടെൻഡിങ് ടു ഇൻക്രീസ് ഡിറ്റണേഷൻ ഇൻ SI എഞ്ചിൻ ടെൻഡ് ടു റെഡ്യൂസ് നോക്ക് ഇൻ CI എഞ്ചിൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് മീനിങ് എന്ന് വെച്ചാൽ SI എഞ്ചിനിൽ നോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് CI എഞ്ചിനിൽ എന്താണ്, CI നോക്ക് റെഡ്യൂസ് ചെയ്യും. നേരെ റിവേഴ്സ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക. SI എഞ്ചിനിൽ നോക്കിങ്ങിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് CI എഞ്ചിനിൽ നോക്കിങ് ചെയ്യലയ്യ, നോക്കിങ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അത് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡിറ്റി ഒന്ന് നോക്കാം. ഫാക്ടേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ടെൻഡിങ് ടു റെഡ്യൂസ് നോക്ക്, അതായത് SI എഞ്ചിനിലും CI എഞ്ചിനിലും നോക്ക് റെഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്.
ഓക്കെ, ഫസ്റ്റ് വൺ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഓഫ് ഫ്യൂവൽ. ഫ്യൂവലിൻ്റെ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ എന്താണ്, എസ് ഐ എഞ്ചിനിൽ നോക്കിംഗ് പ്രിവെൻറ്റ് ചെയ്യും. നേരെ മറിച്ച് സി ഐ എഞ്ചിൻ്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് ലോ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഓഫ് ഫ്യൂവലാണ് നോക്കിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. കാരണം എന്താ, എസ് ഐ എഞ്ചിനിൽ ആക്ച്വലി ബേണിങ് നടക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ എൻഡ് ചാർജ് ബേൺ ചെയ്യാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഫ്യൂവലിന് എന്തായിരിക്കണം, ഹൈ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ വേണം. സി ഐ എഞ്ചിനിലോട്ട് വരുന്ന സമയത്തോ ഫ്യൂവൽ പെട്ടെന്ന് ബേൺ ചെയ്യേ വേണ്ടി, അതുകൊണ്ട് അതിന് ലോ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ആയിരിക്കണം. സെക്കൻഡ് വൺ ഇഗ്നീഷൻ ഡിലേ. എസ് ഐ എഞ്ചിനിൽ ഇഗ്നീഷൻ ഡിലേ ലോങ് ആയിരിക്കണം, സി ഐ എഞ്ചിനിൽ ഇഗ്നീഷൻ ഡിലേ ഷോർട്ട് ആയിരിക്കണം. എന്നാലേ നോക്കിംഗ് ഇല്ലാണ്ട് വെക്കുള്ളൂ. കാരണം എന്താ, എസ് ഐ എഞ്ചിനിൽ ഇഗ്നീഷൻ ഡിലേ ഹൈ എന്ന് വെച്ചാൽ ആ അൺബേൺഡ് മിക്സ്ചർ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചറിൽ എത്തിയാലും പ്രശ്നമില്ല, ആ ഇഗ്നീഷൻ ഡിലേയും കൂടെ കഴിഞ്ഞാൽ മാത്രമേ ബേണിങ് നടക്കുള്ളൂ. ഇഗ്നീഷൻ ഡിലേ ഹൈ എന്ന് വെച്ചാൽ ആക്ച്വൽ ഫ്ലെയിം ഫ്രണ്ടിന് തന്നെ അതിനൊക്കെ ബേൺ ചെയ്യിക്കാനുള്ള ടൈം അവിടെ അവൈലബിൾ ആയിട്ട് വരും. സി എഞ്ചിനിലാണെങ്കിലോ ഇഗ്നീഷൻ ഡിലേ ഷോർട്ട് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇഞ്ചെക്ട് ചെയ്യുന്ന ഫ്യൂവൽ പെട്ടെന്ന് തന്നെ ബേൺ ചെയ്തിട്ട് നോക്കിംഗ് ഇല്ലാണ്ട് വെക്കുള്ളൂ. തേർഡ് വൺ കംപ്രഷൻ റേഷ്യോ. എസ് ഐ എഞ്ചിനിൽ ലോ കംപ്രഷൻ റേഷ്യോ ആണെങ്കിലാണ് നോക്ക് പ്രിവെൻറ്റ് ചെയ്യുക. സി ഐ എഞ്ചിനിൽ ഹൈ കംപ്രഷൻ റേഷ്യോ നോക്ക് പ്രിവെൻറ്റ് ചെയ്യും. കാരണം അവിടെ ടെമ്പറേച്ചറാണ്. ഹൈ കംപ്രഷൻ റേഷ്യോ എന്ന് വെച്ചാൽ കംപ്രസ്ഡ് ചാർജിൻ്റെ ടെമ്പറേച്ചറും എല്ലാം ഹൈ ആയിരിക്കും. ഹൈ എസ് ഐ എഞ്ചിനിൽ ചാർജിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ നോർമലി അത് നോക്ക് ചെയ്യും. സി ഐ എഞ്ചിനിൽ ചാർജിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ നോക്കിങ് പ്രിവെൻറ്റ് ചെയ്യുക. അതേപോലെ ഇൻലെറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ സെയിം എഫക്റ്റാണ്. ലോ ഇൻലെറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആയിരിക്കണം എസ് ഐ എഞ്ചിനിൽ, സി ഐ എഞ്ചിൻ്റെ ഹൈ വാല്യൂ ആയിരിക്കണം. അതേപോലെ കമ്പസ്റ്റൻ വാൾ ടെമ്പറേച്ചർ എസ് ഐ എഞ്ചിനിൽ ലോ ആണെങ്കിലാണ് നോക്കിംഗ് പ്രിവെൻറ്റ് ചെയ്യുക, സി ഐ എഞ്ചിനിൽ ഹൈ ആണെങ്കിലാണ് നോക്കിംഗ് പ്രിവെൻറ്റ് ചെയ്യുക. അടുത്തത് ലോഡ്. എഞ്ചിൻ്റെ ലോഡ് കൂടുതലാണെങ്കിൽ എന്താണ്, അതിൽ ആ ഓവറോൾ സൈക്കിൾ ടെമ്പറേച്ചർ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് എസ് ഐ എഞ്ചിനിൽ ലോ ലോഡാണ് നല്ലത്. അന്നേരം ആവറേജ് കമ്പസ്റ്റൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ലോ ആയിരിക്കും, നോക്കിങ് കുറവായിരിക്കും. നേരെ വെച്ചാൽ സി ഐ എഞ്ചിനിലോട്ട് വരുന്ന സമയത്തോ ഹൈ ആവറേജ് സൈക്കിൾ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പസ്റ്റൻ ചേമ്പർ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നോക്കിങ് റെഡ്യൂസ് ചെയ്യുക, കാരണം പെട്ടെന്ന് ബേണിങ് നടക്കും. ഇതൊക്കെയാണ് എസ് ഐ എഞ്ചിനിലും സി ഐ എഞ്ചിനിലും നോക്ക് റെഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നേരെ റിവേഴ്സ് ആയിട്ടാണ് എല്ലാം വരിക. അടുത്തത് റേറ്റിംഗ് ഓഫ് സി ഐ എഞ്ചിൻ ഫ്യൂവൽ. എസ് ഐ എഞ്ചിൻ ഫ്യൂവലിന് ഒക്ടെയിൻ റേറ്റിംഗ് ഉള്ളതുപോലെ സി ഐ എഞ്ചിൻ ഫ്യൂവലിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് സീറ്റെയിൻ റേറ്റിംഗ് ആണ്. സി ഐ എഞ്ചിൻ ഹൈ സീറ്റെയിൻ നമ്പറുള്ള ഫ്യൂവൽ എന്തായിരിക്കും, നല്ല ആൻറ്റി നോക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അതായത് ഹൈ ഇഗ്നീഷൻ ഡിലേ അതിനുണ്ടാവുക, ലോ ഇഗ്നീഷൻ ഡിലേ ആയിരിക്കും ഉണ്ടാവുക. നോക്കിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഹൈ ഇഗ്നീഷൻ ഡിലേ ആണ്. സീറ്റെയിൻ റേറ്റിംഗ് കൂടിയ ഫ്യൂവലാണെങ്കിൽ എന്തായിരിക്കും, ആ ഇഗ്നീഷൻ ഡിലേ കുറവായിരിക്കും. അതുകൊണ്ട് ബെറ്റർ ഇഗ്നീഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. സീറ്റെയിൻ റേറ്റിംഗ് സ്പെസിഫൈ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് റെഫറൻസ് ഫ്യൂവലാണ് നോർമൽ സീറ്റെയിനും ആൽഫ മീഥൈൽ നാഫ്തലീനും. നോർമൽ സീറ്റെയിൻ എന്ന് വെച്ചാൽ ഗുഡ് ആൻറ്റിനോക്ക് ഫ്യൂവലാണ്. അതുകൊണ്ട് അതിന് അസൈൻ ചെയ്തിരിക്കുന്ന സീറ്റെയിൻ നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. ആൽഫ മീഥൈൽ നാഫ്തലിന് പെട്ടെന്ന് നോക്ക് ചെയ്യുന്ന ഫ്യൂവലാണ്, അതുകൊണ്ട് അതിന് 0 സീറ്റെയിൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇനി സീറ്റെയിൻ റേറ്റിങ്ങിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. Cetane number of a fuel is defined as the percentage by volume of normal cetane in a mixture of normal cetane and alpha methyl naphthalene which has same ignition characteristics as the test fuel when combustion is carried out in a standard engine under specified operating condition. Okay, for example, ഒരു ഫ്യൂവലിൻ്റെ ഇത് സീറ്റെയിൻ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ആ റെഫറൻസ് എഞ്ചിനിൽ എന്ത് ചെയ്യും, ആ ഒരു ഫ്യൂവല് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫ്യൂവൽ ഏതാണോ ആ ഫ്യൂവൽ വെച്ചിട്ട് എൻജിൻ റൺ ചെയ്യിക്കും. ആ സമയത്ത് കിട്ടുന്ന ഇഗ്നീഷൻ ഡിലേ നോട്ട് ചെയ്യും. അതിൻ്റെ വാല്യൂ എക്സ് ആണ് വെക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, ആ റെഫറൻസ് ഫ്യൂവൽ വേരിയസ് പ്രൊപ്പോർഷൻസിൽ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ എൻജിനിൽ റൺ ചെയ്യിക്കും. ഏത് മിക്സറിലാണോ നേരത്തെ പറഞ്ഞ ആ ഇഗ്നീഷൻ ഡിലേ എക്സ് കിട്ടുന്നത്, ആ മിക്സറിൽ എത്ര പെർസെൻറ്റേജ് ബൈ വോളിയമാണോ നോർമൽ സീറ്റെയിൻ ഉള്ളത്, അതാണ് ആ ഫ്യൂവലിൻ്റെ എടുത്തിരിക്കുന്ന ആക്ച്വൽ ഫ്യൂവലിൻ്റെ സീറ്റെയിൻ നമ്പർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ സി എഞ്ചിൻ ഫ്യൂൽ ഓഫ് സീറ്റെയിൻ നമ്പർ 60 ഹാസ് ദ സെയിം ഇഗ്നീഷൻ ക്വാളിറ്റി ആസ് മിക്സർ ഓഫ് 60% നോർമൽ സീറ്റെയിൻ ആൻഡ് 40% ആൽഫ മീഥൈൽ നാഫ്തലീൻ. അതായത് എൻ്റെ ഫ്യൂവലിൻ്റെ സീറ്റെയിൻ നമ്പർ 60 ആണ് എന്ന് വെച്ചാൽ ആ ഫ്യൂവൽ ഓടിക്കുന്ന സമയത്ത്, ഫ്യൂവൽ ഇട്ടിട്ട് എൻജിൻ റൺ ചെയ്യിക്കുന്ന സമയത്ത്
ഉണ്ടാകുന്ന ഇഗ്നീഷൻ ഡിലേയും 60% നോർമൽ സീറ്റൈൻ 40% ആൽഫ മീഥൈൽ നാഫ്തലീൻ ആ റെഫറൻസ് ഫ്യൂവലിൻ്റെ മിക്സർ ഉണ്ടാകുന്ന ഇഗ്നീഷൻ ഡിലേയും സെയിം ആയിരിക്കും. ആ മിക്സറിൽ എത്ര പെർസെൻറ്റേജ് ആണോ സീറ്റൈൻ അതാണ് ഫ്യൂവലിൻ്റെ സീറ്റൈൻ നമ്പർ എന്ന് പറയുന്നത്. The cetane number of a fuel can be increased with certain additives such as amyl nitrate, ethyl nitrate or ether. അതായത് സീറ്റൈൻ റേറ്റിംഗ് ഫ്യൂവലിൻ്റെ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡിറ്റീവ്സ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ് ടോപ്പിക് ഡിസൈൻ റിക്വയർമെൻറ്റ്സ് ഓഫ് CI engine combustion chamber. The most important function of CI engine combustion chamber is to provide proper mixing of fuel and air in a short time. In order to achieve this, an organized air movement called air swirl is provided to produce high relative velocity between the fuel droplets and the air. Since the turbulence is necessary inside the combustion chamber for better mixing, shape of combustion chamber should be designed to provide the same. അതായത് CI എഞ്ചിനിലോട്ട് ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നു, അല്ലാതെ SI എഞ്ചിനിലെ മാതിരി ഹോമോജീനിയസ് എയർ ഫ്യൂവൽ മിക്സർ അല്ല സക്ഷൻ സ്ട്രോക്കിലോ വരുന്നത്. സക്ഷൻ സ്ട്രോക്കിൽ ആര് മാത്രമേ ഉള്ളൂ, എയർ മാത്രമേ ഉള്ളൂ. കംപ്രഷൻ സ്ട്രോക്ക് രണ്ടിലോട്ടാണ് ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഇഞ്ചക്റ്റ് ചെയ്ത ഫ്യൂവൽ ഓക്സിജൻ ഇല്ലാണ്ട് ബേൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ആ ഇഞ്ചക്റ്റ് ചെയ്ത ഫ്യൂവൽ പെട്ടെന്ന് തന്നെ എയറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കമ്പസ്റ്റബിൾ മിക്സർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, CI എഞ്ചിൻ കമ്പസ്റ്റൻ ചേമ്പർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കമ്പസ്റ്റൻ ചേമ്പറിന് എന്ത് വേണം, എയർ സ്വേൾ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതായത് എങ്കിൽ മാത്രം എന്ത് ചെയ്യൂ, ആ ഫ്യൂവലും എയറും തമ്മിൽ മിക്സ് ചെയ്തിട്ട് കമ്പസ്റ്റബിൾ മിക്സർ ഫോം ചെയ്യുമല്ലോ. ഓക്കെ, അതാണ് മെയിൻ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ആ എയർ മൂവ്മെൻറ്റ് എങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ബെറ്റർ എയർ ഫ്യൂവൽ മിക്സിങ് എങ്ങനെ നടത്താം, അതാണ് CI എഞ്ചിൻ കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ മെയിൻ ഡിസൈൻ റിക്വയർമെൻറ്റ്. ഇതിൽ വരുന്ന ഡിസൈൻ കൺസിഡറേഷൻസ്: ഹൈ തെർമൽ എഫിഷ്യൻസി, അതായത് കമ്പസ്റ്റൻ ചേമ്പറിന് എന്ത് വേണം, ഹൈ തെർമൽ എഫിഷ്യൻസി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. എബിലിറ്റി ടു യൂസ് ലെസ് എക്സ്പെൻസീവ് ഫ്യൂവൽ, ഈസ് ഓഫ് സ്റ്റാർട്ടിങ്, അതായത് കോൾഡ് സ്റ്റാർട്ടിങ് എന്തായിരിക്കണം, ഈസി ആയിരിക്കണം. CI എഞ്ചിൻ അത് പറ്റുന്ന രീതിയിൽ വേണം കമ്പസ്റ്റൻ ചേമ്പർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എബിലിറ്റി ടു ഹാൻഡിൽ വേരിയേഷൻ ഇൻ സ്പീഡ്. ഫിഫ്ത്ത് വൺ സ്മൂത്ത്നെസ് ഓഫ് ഓപ്പറേഷൻ, അതായത് സ്മൂത്ത്നെസ് ഓഫ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഡീസൽ നോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കമ്പസ്റ്റൻ ചേമ്പർ. സിക്സ്ത് വൺ ലോ എക്സോസ്റ്റ് എമിഷൻ, അതായത് എയർ ഫ്യൂൽ മിക്സർ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും, എക്സോസ്റ്റിൽ എന്തുണ്ടാവും, അൺബേൺഡ് ഹൈഡ്രോ കാർബൺസും കാർബൺ മോണോക്സൈഡ് പോലെയുള്ള എമിഷൻസ് ഉണ്ടാവും. അതെന്തായിരിക്കണം, മിനിമം ആവുന്ന രീതിയിൽ വേണം കമ്പസ്റ്റൻ ചേമ്പർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സെവൻത്ത് വൺ ഹൈ വോളിയോമെട്രിക് എഫിഷ്യൻസി. ഹൈ വോളിയോമെട്രിക് എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് എന്താ അത് ലാർജ് ഡയമീറ്ററിലെ ഇൻലെറ്റ് വാൾസ് ഉപയോഗിച്ച് എന്താണ് ഹൈ വോളിയോമെട്രിക് എഫിഷ്യൻസി കിട്ടും. 8 ഹൈ ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ. ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ ഹൈ ആണെങ്കിൽ അതിന് പ്രൊപ്പോർഷണലായിട്ട് എന്തുണ്ടാകും, അത്രയും വർക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, ബ്രേക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊക്കെയാണ് CI എഞ്ചിൻ കമ്പസ്റ്റൻ ചേമ്പർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്.